വെക്കേഷൻ ആയതോടെ എന്റെ മോളുടെ ചോക്ലേറ്റ് ചിപ്സ്, ജങ്ക് കഴിക്കലൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് എല്ലാരും എന്നോട് കുറേ ആയിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതിനാകെ ഒരു പോംവഴിയുള്ളൂ. നിങ്ങളത് വീട്ടിൽ സ്റ്റോർ ചെയ്യല്ലേ, മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. നമ്മളെല്ലാരും ഡയറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറെന്താ, നമ്മളത് നമ്മുടെ കൺമുന്നിൽ നിന്ന് മാറ്റും. കണ്ടാൽ നമുക്ക് കൺട്രോൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് ഉണ്ടാവുമ്പോൾ ചിപ്സ്, ചോക്ലേറ്റ് അല്ലെങ്കിൽ വല്ലപ്പോഴും ഐസ്ക്രീംസ് കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങളത് കൊണ്ടുവരും. ഞങ്ങൾ രണ്ടുപേരും അത് ഗിൽറ്റ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യും. കുട്ടികളുള്ള വീട്ടിലേക്ക് ഗസ്റ്റ് നാച്ചുറലി ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ കൊണ്ടുവരാറ് ഭയങ്കര നോർമൽ ആണ്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, അറിയുന്ന ആൾക്കാരാണെങ്കിൽ കഴിയുന്നത്ര അവരോട് ഇത് കൊണ്ടുവരാതിരിക്കാൻ പറയണം. അല്ലെങ്കിൽ അവർ ഫ്രൂട്ട്സ് കൊണ്ടുവരട്ടെ. നമ്മളെല്ലാവരും എന്താ ഈ രോഗികളെ കാണാൻ പോകുമ്പോൾ മാത്രം ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. കുട്ടികൾ വളരെ സെൻസിറ്റീവ്, അവരെ ഹെൽത്ത് നമ്മൾ കൂടുതൽ നോക്കണ്ടേ. അവർക്കും ഫ്രൂട്ട്സ് കൊടുക്കുന്ന ഒരു ട്രെൻഡ് എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. 2, അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് എവിടെയെങ്കിലും മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ അത് പുറത്തേക്ക് എടുക്കുക. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം തോന്നുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പൊ എന്റെ മോൾക്ക് ചക്ക ചിപ്സ് അല്ലെങ്കിൽ ബനാന ചിപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അത് എന്റെ മദറിലോ നന്നായി വീട്ടിൽ ഉണ്ടാക്കും. അത് ആസ് പാർട്ട് ഓഫ് ദി മീൽ ആണ് റോയ്ക്ക് കിട്ടുന്നത്. ലൈക് സദ്യ കഴിക്കുന്ന പോലെ, നമ്മൾ തോരൻ ഉപ്പേരി ഒക്കെ കഴിക്കുന്ന പോലെ. അത് വളരെ നോർമലൈസ് അങ്ങ് പോകും. അതുകൊണ്ട് ഫുഡ് കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സാധനം എന്തോ ഒരു സ്പെഷ്യൽ സാധനമായിട്ടൊന്നും റൂഹിക്ക് തോന്നാറില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് റിയലിസ്റ്റിക് ഗോൾ ആണോ എന്ന് നമ്മളും ചിന്തിക്കണം. നമുക്ക് കഴിയുന്നതാണോ എന്ന് നോക്കണം. നമുക്ക് കഴിയാത്തതാണെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് കഴിയുന്നത്?